ഗുഡ് ഈവനിങ് ഫാദർ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമെല്ലാം അക്രമവാസന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അമ്മയെന്നോ പെങ്ങളെന്നോ ചേട്ടനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല, കൊല്ലണം തോന്നിയ കൊല്ലുകയാണ്. എന്താണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയാവുന്നത്? ഇവർക്ക് സ്ട്രെസ്സൊന്നും അവർക്ക് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണോ? അതായത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചിന്താവിഷയമാക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണിത്. കാരണം അതായത് നമ്മുടെ ഈ കാലഘട്ടത്തില് ഒന്ന് ഈ കുട്ടികളുടെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ മാനസികാരോഗ്യമുള്ള കുട്ടികളുണ്ട്, മാനസികാരോഗ്യം വീക്കായിട്ടുള്ള കുട്ടികളുണ്ട്. ഇങ്ങനെ മാനസിക ആരോഗ്യം വീക്കായിട്ടുള്ള കുട്ടികളാണ് പലപ്പോഴും ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അങ്ങനെ മാനസികാരോഗ്യം വീക്കായിട്ടുള്ള കുട്ടികളാണ് പലപ്പോഴും എന്താണ് ഈ വയലൻസിലേക്ക്, അതുപോലെ തന്നെ ഡ്രഗിന്റെ അബ്യൂസിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള കുട്ടികളാണ് ഈ പറഞ്ഞ റാഗിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെ ഈ കൗമാരക്കാർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചിന്താവിഷയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവന്റെ സ്വഭാവ രൂപീകരണം നമുക്ക് രണ്ട് കാര്യങ്ങളിലായിട്ട് പറയാം. ഒന്ന്, ഈ പാരമ്പര്യമായിട്ട് കൈമാറ്റപ്പെട്ടു വരുന്ന ജീനുകളിൽ നിന്നാണ് കിട്ടുന്നത്. അതാ ജീനുകളിൽ നിന്ന് ഈ കൈമാറ്റപ്പെട്ടു വരുന്നത് ഏകദേശം ഒരു 20% മാത്രമാണ്. രണ്ടാമതായിട്ടുള്ളത് അവൻ ജീവിക്കുന്ന അവന്റെ എൻവയോൺമെന്റ്, അവന്റെ സാഹചര്യങ്ങളാണ്. ഇപ്പം ഈ ജീനുകളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, അതായത് ഈ മാതാപിതാക്കന്മാരിൽ നിന്നും കിട്ടുന്ന ചില സ്വഭാവ സവിശേഷതകള് കുട്ടികളിലേക്കും അതൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഏതാണ്ട് ഒരു 80% ഒരു കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അവന്റെ സാഹചര്യങ്ങളാണ്. ഒന്ന്, അവന്റെ ഫാമിലി. രണ്ട്, അവൻ ജീവിക്കുന്ന അവന്റെ സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ. മൂന്ന്, അവൻ പഠിക്കുന്ന അവന്റെ സ്കൂള്. ഈ മൂന്ന് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഒന്നാമത്തെ ഫാമിലി, അതായത് കുട്ടികള് സാധാരണ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അവർക്ക് കിട്ടാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, മാതാപിതാക്കളുടെ സ്നേഹം. മാതാപിതാക്കളൊക്കെ ഒരുപക്ഷെ ഫോറിനിലൊക്കെ ജോലിയിലൊക്കെ ആയിരിക്കാം. അങ്ങനെ ആ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ വരുന്ന കുട്ടികളിൽ പല മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകാറുണ്ട്. അവർ പലപ്പോഴും ഈ ഡ്രഗിന്റെ അബ്യൂസിലേക്കും അല്ലെങ്കിൽ പല വയലൻസിലേക്കും ഒക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ഉള്ള വേറൊരു കാര്യമാണ്, ഈ മാതാപിതാക്കള് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഈ എല്ലാ കാര്യത്തിലും ഈ കുട്ടികളെ ഇങ്ങനെ കമ്പൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാതെ അവരെ ഒന്ന് സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം എല്ലാ മാതാപിതാക്കന്മാരിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. കാരണം അതായത് ഈ ചാണക്യതന്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ അകത്ത് ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടിയുടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ അവൻ ആവശ്യപ്പെടുന്ന എന്തും അവന് മേടിച്ചു കൊടുക്കണം. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ പീരീഡ് ആണ്. കാരണം അവൻ ചോദിക്കുന്ന എന്തും മേടിച്ചു കൊടുക്കാൻ പാടില്ല, മറിച്ച് അതായത് അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവന് മേടിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാർ രൂപപ്പെടുത്തി എടുക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കുട്ടിയുമായി ഒരു നല്ലൊരു സൗഹൃദം രൂപപ്പെടുത്തി എടുക്കുക. കാരണം ഒരു സുഹൃത്തിനോട് എന്ന പോലെ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയോട് ഇടപെടാൻ സാധിക്കണം. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് മാതാപിതാക്കളോട് ഒരു സുഹൃത്തിനോട് എന്ന പോലെ തന്നെ ഇടപെടാൻ സാധിക്കണം. ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, ഒരു സൗഹൃദം ഈ ഫാമിലി ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. വീണ്ടും അതുപോലെ തന്നെ ഈ ചീനിന്റെ കാര്യം പറഞ്ഞാൽ, ഈ മാതാപിതാക്കന്മാര് അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ, മദ്യപിക്കുന്നവരാണ് എങ്കിൽ അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ഈ കുട്ടിയുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാറുണ്ട്. മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു അതുപോലൊക്കെ തന്നെ ഒരുപക്ഷെ ഈ കുട്ടിയും ഭാവിയിൽ ആയി തീരുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ സാമൂഹിക സിറ്റുവേഷൻസ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ ഈ കുട്ടികളുടെ മാനസികാവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ ദിവസങ്ങളിലായിട്ടൊക്കെ ഇറങ്ങുന്ന മൂവീസ്, അതായത് ഇതുപോലെയുള്ള ഡ്രഗ് അബ്യൂസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള ധാരാളം മൂവീസ് ഈയിടെ പ്രത്യേകിച്ച് ഒരു മൂവിയുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഈ മാർക്കോ എന്ന് പറയുന്നൊരു മൂവി ഇറങ്ങുകയുണ്ടായി. അങ്ങനത്തുള്ള അവസ്ഥകള് നമുക്കറിയാം. അതായത് ആളുകളെയൊക്കെ, മൃഗങ്ങളെ തല്ലി കൊല്ലുന്നതിനാണ്. പക്ഷെ ഇതുപോലുള്ള കാഴ്ചകള് ചില വ്യക്തികളില് അല്ലെങ്കിൽ ചില കുട്ടികളില് ഭീതി ഉളവാക്കുന്നു. പക്ഷേ വേറെ ചില കുട്ടികളില്
ഇങ്ങനെയുള്ള മൂവികൾ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷൻ ആണ് ഉണ്ടാകുന്നത്. ആ ആ ആ നായകനെ ഒരു ഹീറോയായിട്ട് കണ്ടുകൊണ്ട് അതുപോലെ ആകാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങള് ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്നും മാതാപിതാക്കന്മാരിൽ നിന്നും കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കിട്ടുക. കാരണം ഒത്തിരിയായിട്ട് ഓവർ പ്രൊട്ടക്റ്റീവ് ആകാനല്ല പറയുന്നത്. അതായത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരൊരു 3 കൈൻഡ്സ് ഉള്ളത്. അത് എല്ലാ കാര്യത്തിലും സ്വാതന്ത്ര്യം നൽകുന്ന മാതാപിതാക്കള്, സ്വാതന്ത്ര്യമൊന്നും ഇല്ലാതെ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കള്, ഒപ്പമുള്ളതാണ് ഈ ടോക്സിക് പാരന്റിംഗ് എന്നൊക്കെ നമ്മൾ പറയും. അതെ. ഈ ഒരു 3 പാരന്റിംഗ് സ്റ്റൈലുകളും ഈ കുട്ടികൾക്ക് ഭാവിയിൽ അപകടം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം മാതാപിതാക്കൾക്ക് വ്യക്തമായി ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള അവന്റെ സാഹചര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അവന് സോഷ്യൽ മാധ്യമങ്ങള് അവനെ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഉപയോഗം, പിന്നെ അതുപോലെ തന്നെ വയലന്റ് മൂവീസ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ മാതാപിതാക്കള് കുട്ടിയുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അച്ഛൻ നവദർശനഗ്രാം എന്ന് പറയുന്ന ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അച്ഛനപ്പോൾ ഒരുപാട് വ്യക്തികളെ, ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് വ്യക്തികളെ കാണാൻ സാധിച്ചിട്ടുണ്ടാകും. അവർ തിരിച്ചു വരുന്ന ഒരു പാതയിൽ എങ്ങനെയാണ് അവരെ നമുക്ക് ഈ ലഹരിയിൽ നിന്നും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രഗിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മള് ഈ ആൽക്കഹോള് പോലെയുള്ള ഡ്രഗ് ഒക്കെ ആണെങ്കിൽ അവരെ നമുക്ക് 1 month ട്രീറ്റ്മെന്റിലൂടെ, ഒരു റീഹാബിറ്റേഷനിലൂടെയൊക്കെ അവരെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കാം. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്, MDMA. അതെ. അപ്പൊ ഇതുപോലെയുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സ് അവരൊന്നും ഒരുപക്ഷെ ഈ ഒരു 1 month ട്രീറ്റ്മെന്റിലൂടെ ഒന്നും ഓക്കെ ആകത്തില്ല. അവർക്ക് ഒരു 3 to 6 months വരെ ഇവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് പീരീഡ് പോകാമെന്നുള്ളതാണ്. അപ്പം ഇവര് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോയാലും ഈ ഒരു രോഗമായിട്ടാണ് പറയുന്നത്. ഈ ഒരു ഡ്രഗിന്റെ ഉപയോഗം ഒരുപക്ഷെ അവരെ വീണ്ടും തേടിയെത്തുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതൊരു ഒരിക്കലും മാറ്റിയെടുക്കാൻ സാധിക്കാത്ത ഒരു രോഗാവസ്ഥയായിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത്. അപ്പം കൃത്യമായി ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഫാമിലിയോട് എടുത്തുള്ള കൗൺസിലിംഗ് പോയെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ഛാ, അവിടെ വേറെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ സ്മെല്ലിലൂടെ തിരിച്ചറിയാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പോൾ ഉള്ള സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് അതിന് മണമോ മറ്റേ ഒന്നും അറിയില്ല. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നടന്ന ക്രൂരമായ ഒരു കൊലപാതകത്തെക്കുറിച്ചൊക്കെ അറിയാം. ഡ്രഗ്സ് ഉപയോഗിച്ചു എന്ന് പോലും കണ്ടുപിടിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഈ കുട്ടികൾ ഡ്രഗ്സ് അഡിക്റ്റഡ് ആണോ എന്ന് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അല്ലെങ്കിൽ പ്രശ്നം സങ്കീർണമാവുകയല്ലേ? അതെ, അതെ. ഇപ്പോൾ ആണ് ഈ ഒരു കാര്യത്തിൽ കൂടുതലായിട്ടും, അതായത് മാതാപിതാക്കൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ സ്വാധീനമുള്ള കേസാണ് സ്കൂള്. ഞാൻ അതിന്റെ കാര്യം പറയാൻ വിട്ടു. അതെ, അതെ, അതെ. സ്കൂൾ ടീച്ചേഴ്സിന് ഇതിന്റെ പ്രധാനമായ റോളുണ്ട്. ഈ മാതാപിതാക്കൾക്ക് ഒരു കുട്ടിയെ ശ്രദ്ധിക്കാൻ സാധിക്കുന്ന പോലെ തന്നെ ഒരു ക്ലാസ് ടീച്ചർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് ഈ ഒരു കാര്യത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവനെ ഒന്ന് സൂക്ഷ്മമായി വീക്ഷിക്കുക. അതായത് അവനെ നമ്മൾ വീക്ഷിക്കുന്നു എന്നുള്ള ബോധ്യം അവനിൽ ഉണ്ടാക്കാതെ തന്നെ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സും ഇവനെ മാറി നിന്ന് വീക്ഷിക്കുക. ഇവൻ അലസ്യമായിട്ട്, കാരണം ഇവന്റെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ റൂം അലക്ഷ്യം ആണ് എങ്കിൽ, അല്ലെങ്കിൽ അവന് റൂം അടച്ച് റൂമിന്റെ ഉള്ളിൽ ഒരുപാട് സമയം അവൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫോണിന്റെ ഉപയോഗം അവന് കൂടുതലാണ് എങ്കിൽ, ഈ മാതാപിതാക്കള് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ചൂടാകുന്നു, ദേഷ്യപ്പെടുന്നു എങ്കിൽ, ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളിലൊക്കെ ഒരു വ്യക്തിയിൽ കാണാനിടയായാൽ, ഒരു കുട്ടിയിൽ കാണാനിടയായാൽ, അവൻ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സ് ഒരു പക്ഷേ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. അത് മാതാപിതാക്കളും ടീച്ചേഴ്സും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തീർച്ചയായും. അച്ഛാ, അതേപോലെ മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അവർക്ക് ചെറിയൊരു പ്രതിസന്ധി വന്നാൽ, ഒരു സ്ട്രെസ് വന്നാൽ പോലും അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. പണ്ടൊക്കെ അങ്ങനെയല്ല. ഇപ്പം ഒരു സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മാറിയിരുന്നത് കരഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ ഇന്ന് വന്ന ഒരു വാർത്ത, തിരുവനന്തപുരത്ത് 10 വയസ്സുള്ള 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഒരു പേന കിട്ടിയില്ല എന്ന് പറഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് കുറച്ച് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ സ്ട്രെസ് ഒട്ടും സഹിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. എന്താണ് കാരണം? ഈ അഫാൻ എന്ന് പറയുന്നത്, അച്ഛാ ഒരു നിമിഷം, ഈ അഫാൻ എന്ന് പറയുന്ന ഈ പ്രതി ഈ ഐഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിന് ആത്മഹത്യ ശ്രമിച്ച 8 വർഷങ്ങൾക്ക് മുൻപ്. അതും പോലീസ് പുറത്തു കൊടുത്തിട്ടുണ്ട്. അതെ, അതെ. പറഞ്ഞു. അതെ, അതെ.
അതായത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്കൂൾ ഫോക്കസ് ചെയ്ത് നമുക്കറിയാലോ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻസ് ഉണ്ട്. അതായത് ഒരു വർഷം നമ്മൾ ജസ്റ്റ് എടുക്കുകയാണെങ്കിൽ 40 മണിക്കൂർ സമയം ഈ ഒരു ലൈഫ് സ്കിൽസിന്റെ, അതായത് ജീവിത നൈപുണ്യങ്ങൾ, അത് നമുക്ക് 10 ഉണ്ട്. അത് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുനെസ്കോ ഒക്കെ ചേർന്ന് പാസ്സാക്കിയിരിക്കുന്ന സ്കിൽസ് ആണ്. ഈ ഒരു 10 സ്കില്ലുകളെ പറ്റിയുള്ള അവയർനെസ് അത് സ്കൂളുകളിൽ അത്യാവശ്യമായിട്ട് നൽകേണ്ടത് ഒരു കുട്ടിയുടെ ആ ഒരു ക്യാരക്ടർ ഫോർമേഷന് ഭയങ്കരമായ സ്വാധീനമുണ്ട്. അപ്പൊ നമുക്കറിയാലോ അതിൻ്റെ അകത്ത് ഈ ഒരു 10 ഈ സ്കിൽ എടുക്കുകയാണെങ്കിൽ ആവശ്യമുള്ള കുറച്ച് പേരുടെ പേര് ഞാൻ പറയാം. അതായത് നമ്മുടെ സെൽഫ് അവയർനെസ്, അവൻ എന്താണ് അല്ലെങ്കിൽ ആരാണെന്നുള്ള ചിന്ത, അവന് എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം, അതാണ് ഈ സെൽഫ് അവയർനെസ്. അത് കൃത്യമായുള്ള വ്യക്തിയാണെങ്കിൽ ഭാവിയിൽ അവന് ഒരു നല്ല നിലയെത്താൻ പറ്റും. പിന്നീടുള്ളത് അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതായത് ോട് ഒരു സുഹൃത്തിനോട് എന്ന പോലെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവന് സാധിക്കണം. ഒപ്പം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും സാധിക്കണം. ഈ ഒരു 2 സ്കില്ല് അത്യാവശ്യമാണ്. നമ്മുടെ മൂന്നാമത്തെ ഈ പറയുന്ന സ്കില്ലാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. മറ്റ് വ്യക്തികളുമായിട്ട് ഒരു കുട്ടി നല്ല നല്ല ബന്ധങ്ങൾ, കാരണം അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവര് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഷെയർ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവന്റെ ഉള്ളിൽ ഒതുക്കി അവസാനം പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന പോലെ അവനിൽ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ബോംബിംഗ് ഉണ്ടാവും. പിന്നെ ഉള്ളത് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്കില്ല്. പിന്നെ ഉള്ളത് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ആരുമായിട്ട് പങ്കുവെക്കണം, ആ പ്രശ്നങ്ങൾക്കുള്ള മാർഗങ്ങൾ കണ്ടെത്തി ആ മാർഗങ്ങളിൽ നിന്നും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മാർഗം സെലക്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു സ്കില്ല്, പിന്നെ അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, അതായത് അവന്റെ ഉള്ളിലുള്ള ഇമോഷൻസിനെയൊക്കെ വളരെ കൃത്യമായി പാകപ്പെടുത്തി കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നുള്ളതാണ് എമ്പതി. ഇപ്പം ഈ ഒരു ദിവസങ്ങളിലൊക്കെ വാർത്ത കേൾക്കുന്നതെല്ലാം ഈ എമ്പതിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ ഈ വേദനയില് കാരണം ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രവണത. അതായത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ, ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരുള്ള ഒരു പ്രശ്നമാണ് സാഡിസോ എന്ന് പറയുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ റാഗിങ്ങിനെ പറ്റി നമ്മൾ കേട്ടു. അതായത് ഒരു കുട്ടിയുടെ ദേഹം മുഴുവനും വലിഞ്ഞു കീറിയിട്ട് അതിൽ എന്തൊക്കെയോ വേദന ഉളവാക്കുന്ന ദ്രാവകങ്ങൾ ഒഴിച്ചിട്ട് അതിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്ന ഒരു യുവജനതയെ കണ്ടെത്തി. അല്ലെ, സെയിം തന്നെയാണ്. അതായത് അഞ്ച് അംഗങ്ങളെ ചുറ്റിക്കൊണ്ട് ഒരു ദാക്ഷിണ്യമില്ലാതെ അടിച്ചു കൊല്ലാൻ ഒരു 23-കാരന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെ ഈ ഒരു സാഡിസ്റ്റിക് ബിഹേവിയറാണ്, അതായത് മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം ഉടലെടുക്കുന്നത് ഈ പറയുന്ന നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ കിട്ടുന്ന ഫോർമേഷൻസ് കൃത്യമാകാത്തത് എന്ന ഒരു കാരണം കൊണ്ട് കൂടിയാണ്. അപ്പം ഈ ഒരു ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ അത് കൃത്യമായി നമ്മുടെ സ്കൂളുകളിലും ഒപ്പം നമ്മുടെ വീടുകളിലും ഇത് ആ ഒരു സ്കിൽ എഡ്യൂക്കേഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ കുറെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായും. എന്തായാലും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് നവദർശന ഗ്രാം ഡയറക്ടറും അതുപോലെ ഫാമിലി കൗൺസിലറുമായ ഫാദർ തോംസൺ കൂട്ടപ്പാട്ട് CMI ആണ്. അച്ഛാ, ഇത്രയും വളരെ വ്യക്തമായി കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് വളരെയേറെ നന്ദി.